ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ദേവും ജോയും വീണ്ടും യാത്ര തിരിച്ചു. ഇടയ്ക്ക് അമ്മച്ചി വിളിച്ച് എത്തിയോ എന്ന് ചോദിച്ചു. ജോയും ദേവും ഓരോന്ന് പറഞ്ഞ് യാത്ര ആസ്വദിച്ചു. വൈകുന്നേരത്തോടെ അവർ എറണാകുളത്തെത്തി. ജോ ദേവുവിനെയും കൊണ്ട് നേരെ മാളിലേക്ക് പോയി. അവൾ അവനോട് കാര്യം ചോദിച്ചിട്ട് പറഞ്ഞില്ല. പിന്നെ അവൾ ചോദിക്കാനും നിന്നില്ല. അഞ്ചു വണ്ടിയിൽ കയറിയതും ദേവൻ വണ്ടിയെടുത്തു. ദേവനൊന്നും മിണ്ടാതെ വണ്ടി കൊടുക്കുവാണ്. ചേക്കൻ പെണ്ണിനോട് പിണക്കത്തിലാണ്. ഉമ്മ കേട്ടതിന് ചെറിയൊരു കുശുമ്പ്. ദേവേട്ടാ, ഓ കാലം മാസിലും പുറപ്പിച്ച് വെച്ചിരിക്കുന്നത് കണ്ടാ തോന്നും ഞാൻ ഇയാളുടെ എന്തെങ്കിലും കാട്ടെന്ന് അവൾ പിറുപിറുത്തുകൊണ്ട് പറഞ്ഞു. അവളുടെ അനക്കൊന്നും കേൾക്കാനില്ലെന്ന് കണ്ടതും അവൻ അവളെ വിളിച്ചു. എന്താടി വിളിച്ചിട്ട് മിണ്ടാതിരിക്കുന്നത്? അത് പിന്നെ ദേവ് വന്നോ ദേവേട്ടാ? അഞ്ചു അവനോട് ചോദിച്ചു. ഇല്ല, വൈകുന്നേരം എത്തും. ദേവേട്ടാ. ആ അത് പിന്നെ എന്താ നീ വിൽക്കുന്നേ? ഒന്നുമില്ല, എന്നോട് പിണക്കാണോ? എന്തിന്? ദേവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഫോണ് വിളിച്ചപ്പോൾ. ബാക്കി പറയാതെ അവൾ അവനെ നോക്കി. കണ്ണാടിയിൽ അവനെ പുഞ്ചിരി കണ്ടതും അവൾ അവൻ്റെ പുറത്ത് തല വെച്ച് അവനെ കെട്ടിപ്പിടിച്ചിരുന്നു. ദേവൻ ചിരിയോടെ വണ്ടി ഓടിച്ചു. ദേവനും മഞ്ജുവും ആദ്യം പോയതൊരു സിനിമക്കായിരുന്നു. സിനിമ കണ്ട് കുറച്ചു നേരം ഷോപ്പിംഗ് കഴിഞ്ഞ് ദേവനും മഞ്ജുവും വീട്ടിലേക്ക് പോയി. അഞ്ജുവിനെ വീട്ടിലാക്കി ചായയും കുടിച്ച് ദേവൻ നേരെ വീട്ടിലേക്ക് പോന്നു. ജോ ദേവുവിനെയും കൂട്ടി ഒരു മാളിലെ ഒരു ജ്വല്ലറി ഷോപ്പിൽ കയറി. ദേവുവിനെ അവിടെ റിസപ്ഷനിൽ ഇരുത്തി. അവനിപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയി. അവിടെ ഒരു മൂക്കുത്തി സെക്ഷനിൽ ചെന്ന് ജോ അവിടുന്ന് ഒരു മൂക്കുത്തി തിരഞ്ഞെടുത്തു. നീലക്കല്ലുകൾ പതിപ്പിച്ച ഒരു കുഞ്ഞു പൂ പോലുള്ളൊരു മൂക്കുത്തി. അവനത് പാക്ക് ചെയ്യാൻ പറഞ്ഞ് ദേവുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദേവ് അവനൊന്ന് നോക്കി. എന്നതാ കൊച്ചെ നോക്കിയിരിക്കുന്നേ? ദേ ഇതിൽ നോക്കി നിന്റെ ഏറ്റവും എടുത്തേക്കും പറ്റിയ 2 റിങ് സെലക്ട് ചെയ്തതാ. അതെ, ഞാൻ കൊടുക്കുന്നല്ലോ. അപ്പോൾ താനിയെ സെലക്ട് ചെയ്താൽ മതി. എൻ്റെ ചീക്കുട്ടി സെലക്ട് ചെയ്താൽ മതി. ഞാൻ അവൾക്ക് കൊടുക്കുന്നത് നിൻ്റെയും എൻ്റെയും ഇഷ്ടമാണ്. അവളുടെ കണ്ണിൽ നോക്കി അവൻ പറഞ്ഞു. അവൾ അവൻ നോക്കി ചിരിച്ചു. അവൾ അതിൽ നിന്നൊരു കപ്പിൾ റിങ് സെലക്ട് ചെയ്ത് അവൻ നേരെ നീട്ടി. അവൻ ചിരിച്ചുകൊണ്ട് സെയിൽസ്മാനോട് പാക്ക് ചെയ്യാൻ പറഞ്ഞ് ബില്ല് കൊടുത്ത് മാളിൽ നിന്ന് ഇറങ്ങി അവർ വണ്ടിയിൽ കയറി വീട്ടിലേക്ക് പോയി. അവളുടെ നഗ്നമേനയിൽ അവൻ കാമം തീർത്തു. എഴുന്നേറ്റിരിക്കുമ്പോൾ അവൻ്റെ ദൃഢമായ മേനയിലായിരുന്നു അവളുടെ കണ്ണുകൾ. അവൾ ബ്ലാങ്കറ്റ് മേലിൽ പൊതിഞ്ഞ് എഴുന്നേറ്റിരുന്നു. ഹേയ് നിക്കി, യു ആർ വെരി ഹോട്ട്, അവൾ അവൻ്റെ പുറത്ത് തടുകിക്കൊണ്ട് പറഞ്ഞു. അവൻ സിഗരറ്റ് ഒരു പഫ് എടുത്ത് അവളെ നോക്കി. എന്താ മീര, ഇത് നല്ല മൂഡാണെന്ന് തോന്നല്ലോ. യെസ്, ഐ എം വെരി ഹംഗ്രി. നീ എന്നിൽ ഓരോ തവണ കാമം തീർക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ആകെ ഒരു മുഖേ വരൂ, അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു. ഓ, ദി യങ് മാൻ സത്യനാഥ്. ആരാവൻ? എൻ്റെ അമ്മാവൻ്റെ മകളുടെ ഭർത്താവ്. ഒരു ദിവസമെങ്കിലും അവൻ എൻ്റെ കിടപ്പരെ കെട്ടണമെന്നൊരു മോഹമുണ്ട്, മീര അവനോട് പറഞ്ഞു. അത് നീ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമല്ലേ ഉള്ളൂ, അവൻ അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ശ്രമിച്ചതാണ്, ഇറ്റ് നോട്ട് വർക്കിംഗ്. നിന്നെ പോലെ അല്ലവൻ, മീര പുച്ഛത്തോടെ പറഞ്ഞു. ഡേ പന്ന പുന്നാര മോളെ, എന്നളക്കാൻ നീ നോക്കണ്ട. നിന്റെ സമ്മതത്തോടെ തന്നെയാ നീ ഇപ്പം എൻ്റെ കൂടെ കിടക്കുന്നത്, അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. സോറി എനിക്ക്, നീ വീട്, എനിക്ക് വേദനിക്കുന്നു. അവൻ കൈക്കുടിഞ്ഞ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ട്രാക്ക് ഇട്ട് ബാൽക്കണിയിൽ പോയി. അവളും ഒപ്പം എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് പോയി. ഹേയ് നിക്കി, അവൾ വശ്യമായി വിളിച്ചു. അവൻ എന്താ അർത്ഥത്തിൽ അവളെ നോക്കി. നീ എനിക്ക് അവനെ എത്തിച്ച് തന്ന പകരം അവൻ്റെ അനിയത്തിയെ നിനക്ക് ഞാൻ തരാം. എങ്ങനെ? അതൊന്നും നീ അറിയണ്ട. നീ എനിക്ക് ചെയ്തു തരുന്നതിനുള്ള പ്രതിഫലം നീ അവളുടെ ഫോട്ടോ കാണിക്കുക, അവൻ അവളോട് ആവശ്യപ്പെട്ടു. അവൾ ഫോണെടുത്ത് ഗ്യാലറിയിൽ നിന്നും ദേവുവിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. പട്ടുപാവാടണിഞ്ഞ് മുല്ലപ്പൂ തലയിൽ ചൂടി നിൽക്കുന്ന അവളുടെ ഫോട്ടോ അവനെ വല്ലാതെ ആകർഷിച്ചു. അവൾ ഫോൺ ഓഫ് ചെയ്ത് അവന് നേരെ തിരിഞ്ഞു. നീ ഈ ഡീൽ ഓക്കെയാണോ? 100% ഓക്കെയാണ്. ഇവൾ അങ്ങനെ വിട്ടുകളയാൻ തോന്നില്ല. ഇതുപോലൊന്നിന് ഞങ്ങൾ 3 പേര് ചേർന്ന് ഒരിക്കൽ രുചിച്ചതായിരുന്നു. ബട്ട് എന്ത് ചെയ്യാൻ, ഞങ്ങളുടെ സ്നേഹം കൊണ്ട് അവളങ്ങ് തീർന്നു പോയി. ഏതാ പട്ടിക്കാട്ടുകാരി? മീര ചോദിച്ചു. യെസ്, അത് നീയൊക്കെ ചേർന്ന് കൊല്ലാൻ പറഞ്ഞതല്ലേ? അതെ, അവൾ തന്നെ. അവളെ രുചിച്ചതുപോലെ ഇന്ന് വരെ അങ്ങനെ ഒന്നിനെയും കിട്ടിയിട്ടില്ല, അവൻ വഷളം ചുവയോടെ പറഞ്ഞു. നിക്കി, നീച്ചുവിൻ്റെയും സജീവിൻ്റെയും കൊലപാതകളെ കിട്ടിയോ? ഇല്ല, അന്വേഷിക്കുന്നുണ്ട്. കൈ കിട്ടിയ വീടിലാവന്മാരെ. എന്തായാലും സൂക്ഷിക്കുന്നത് നല്ലതാ. ഇവരുടെയൊക്കെ അവസാനം എത്തിക്കഴിഞ്ഞൊന്നും അറിയാതെ അവർ ആർമാദിക്കുകയാണ്. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ദേവുവും ജോയും വീട്ടിലെത്തി. ഒരുപാട് ദിവസം മാറി നിന്നാലും ഒറ്റ ദിവസം മാറി നിന്നാലും നമ്മുടെ വീട്ടിൽ നിന്നും മാറി നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് വേറൊരു സന്തോഷമല്ലേ. ദേവ് വീടെത്തിയതും വണ്ടിയിൽ നിന്നും ഒറ്റ ചാട്ടായിരുന്നു. അവളുടെ ചാട്ടം കണ്ട് ജോ തലയിൽ കൈവച്ചു. എൻ്റെ കർത്താവേ,
ഇവളുടെ ചാട്ടം കണ്ടാ തോന്നും ഞാനിവളെ തട്ടിക്കൊണ്ട് പോയിട്ട് തിരിച്ച് കൊണ്ടാക്കുവാണെന്ന്. അവൻ ദേവുവിനെ നോക്കുന്നത് കണ്ട് അവൾ ഇളിച്ച് കാണിച്ചു. അവൻ ചിരിയോടെ തലയാട്ടി. ദേവു ചെന്ന് മുന്നിൽ തൂക്കിയിട്ട മണിയിൽ അടിച്ചുകൊണ്ടേയിരുന്നു. ശബ്ദം കേട്ട് എല്ലാവരും മുമ്പത്തേക്ക് വന്നു. ദേവു ചിരിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നത് കണ്ട് അപ്പോൾ അവളുടെ അടുത്തേക്ക് വന്ന് ചെവി പിടിച്ചു. ആ അപ്പോട്ട വീട്ട് വേദനിക്കുന്നു, അവള് ചുണ്ട് പിളത്തിക്കൊണ്ട് പറഞ്ഞു. ഡാപ്പു വിട്ടേ. കണ്ണൻ അടുത്തേക്ക് വന്ന് ദേവുവിനെ ചേർത്ത് പിടിച്ചു. അവളെ തൊട്ടതും കണ്ണൻ അവളുടെ നെറ്റിയിലും കഴുത്തിലും എല്ലാം കൈവച്ചു. ദേവു പനിക്കുന്നുണ്ടല്ലോ, എപ്പോഴാ പനി തുടങ്ങിയത്? കണ്ണൻ അവളെ തൊട്ടു നോക്കി ചോദിച്ചു. അത് കേട്ടതും ചുറ്റുമുള്ളവരും ജോയും അവളെ നോക്കി. അവൻ നോക്കി ഒന്ന് ഇളിച്ചു. അപ്പോഴാണ് അവൾ മാളിൽ വെച്ച് അവനോട് വല്ലാതെ അടുക്കാതെ അകന്നു നിന്നത് മറ്റു ഓർമ്മയിൽ വന്നത്. പനിയുള്ളത് അവൻ അറിയാതിരിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് ഇപ്പോഴാണ് അവന് മനസ്സിലായത്. അവൻ അവളെ നോക്കി കണ്ണിലിട്ടി. ഏട്ടാ അത് ചെറിയ പനിയാ, കുഴപ്പമൊന്നുമില്ല, അത് മാറി. നീ ടാബ്ലറ്റ് കഴിച്ചോ? കണ്ണൻ ഗൗരവത്തിൽ ചോദിച്ചു. ഇല്ല, ദേവ് തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. നല്ല തല്ല് നീ വാങ്ങും ദേവുട്ടി. എനിക്കറിയാം നിനക്ക് പനിയുള്ളത് കൂടിയുള്ള ജോ പോലും അറിഞ്ഞിട്ട് കൂടെ ഉണ്ടാകില്ല. മരുന്ന് കഴിക്കാൻ മടി കാരണം നീ അവനിൽ കൂടി മറച്ചു വെച്ചിട്ടുണ്ടാകും, കണ്ണൻ ദേഷ്യത്തോടെ പറഞ്ഞു. ദേവ് കണ്ണു നിറച്ച് ചുണ്ട് പിളത്തി നിന്നു. അവളുടെ ആ നിൽപ്പ് കണ്ട് ജോയിക്ക് ശരിക്കും പാവം തോന്നി. കൊച്ചു കുഞ്ഞിനെ പോലെയുള്ള അവളുടെ മുഖം അവനിൽ വാത്സല്യം നിറച്ചു. കണ്ണേട്ടാ മതി, ആ കൊച്ചു കയറി വന്നിട്ട് അതിനെ വാതിൽക്ക് തന്നെ നിർത്തി ചീത്ത വിളിക്കുക. ഒന്ന് മാറിക്കേ. ദേവുട്ടി വാ, മേല് കഴുകി വന്നേ, എടുത്ത് മരുന്നെടുത്ത് തരാം. ഇപ്പോൾ ഉള്ള പനി കൂടിയ ബുദ്ധിമുട്ടാകും. മോള് റൂമിൽ ചെന്ന് ഫ്രഷ് ആക്. ലച്ചു വന്ന് വിളിച്ച് അവളെ റൂമിലേക്ക് കൊണ്ടുപോയി. ദേവു ആരെയും നോക്കാതെ ലച്ചുവിന്റെ കൂടെ അകത്തേക്ക് കയറി. ഏട്ടാ അവൾക്ക് സങ്കടമായെന്ന് തോന്നുന്നു, ദേവൻ വന്ന് അവന്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ പെണ്ണിന്റെ കുറുമ്പ് കുറച്ച് കൂടുതലായപ്പോ ദേഷ്യം വന്നുപോയി. പനി കൂടിയ പ്രശ്നമാകുന്ന ഒരുപാട് തവണ അവളോട് പറഞ്ഞതല്ലേ ഏട്ടാ ജോ. അതും പറഞ്ഞ് അവൻ അടുത്തേക്ക് ചെന്നു. സോറി, നീ ഉള്ളതുപോലും ഓർക്കാതെ ഞാൻ ചീത്ത പറഞ്ഞത്. അതൊന്നും സാരല്ല, ഏട്ടന്മാരാകുമ്പോൾ ചീത്ത പറഞ്ഞതൊക്കെ ഇരിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പനി ഉണ്ടായിരുന്നു. അമ്മച്ചി ചുക്ക് കാപ്പിയും കഞ്ഞിയും കൊടുത്ത ആളെ പറഞ്ഞു വിട്ടത്. എന്നോട് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞതാ. ഞാൻ കാണിക്കാതെ കൊണ്ട് പോരുകയും ചെയ്തു. യാത്ര ചെയ്തപ്പോൾ കാറ്റുകൊണ്ട് പനിച്ചതാകും. സാരല്ല, അവൾക്ക് പനി വന്നാൽ പിന്നെ ഇഞ്ചക്ഷൻ അഡ്മിറ്റ് ആകെ ബഹളാകും. എന്നാ ഇഞ്ചക്ഷൻ നേരാവണ്ണം എടുക്കാൻ സമ്മതിക്കൂ? അതുമില്ല, കണ്ണൻ അവനോട് പറഞ്ഞു. സാരല്ലേട്ടാ, ഇനി ഇതിന്റെ പേരിലൊന്നും കഴുകാതെ മുഖം പൊരിപ്പിച്ച് അവിടെ ഇരിക്കും. വാ ചേർന്ന് നോക്കാം. അപ്പോ പറഞ്ഞ് കണ്ണനെയും കൂട്ടി അകത്തേക്ക് കയറി. ഡാ ജോ, നെയ്യും പോര്, നിന്റെ ഭാവി കേട്ടിട്ട് കുറുമ്പ് നിനക്കും കാണാം. അതും പറഞ്ഞ് ദേവൻ അവന്റെ കയ്യും പിടിച്ച് അകത്തേക്ക് പോയി. ദേവ് റൂമിൽ കയറി വാതിലടച്ചു. എന്നോട് ഞാൻ മിണ്ടില്ല, എന്നെ വഴക്ക് പറഞ്ഞില്ലേ? പാവം, ഞാൻ എന്തൊരു സന്തോഷത്തിൽ വന്നതായിരുന്നു, ആ എന്നെ വഴക്ക് പറഞ്ഞത്. ദേവ് അങ്ങനെ പലതും പേറുപെടുത്ത് ഫ്രഷാകാൻ വാഷ്റൂമിലേക്ക് കയറി. ഫ്രഷായി വന്ന് അവിടെ ഇരുന്നു. കണ്ണൻ അവന്റെ കയ്യിൽ അവൾക്ക് വാങ്ങിയ പൂച്ചയും എടുത്ത് അവളെ റൂമിന്റെ മുന്നിൽ ചെന്നു. എടാ അപ്പു, നീ ഡോറ് തുറക്ക്. അത് വേണ്ട, എല്ലാ പ്രാവശ്യം എനിക്കാദ്യം ഏറി കിട്ടാറ്, അതുകൊണ്ട് ഏട്ടൻ തന്നെ തുറന്നോ. തുറക്കല്ലേ? അവൻ ചോദിച്ചു. തുറക്കേട്ടാ, ദേവനും ജോയിയും അപ്പുറവും ഒരുമിച്ച് പറഞ്ഞു. കണ്ണൻ പതിയെ ഡോറ് തുറന്നു നോക്കി. ലോക്കല്ലായിരുന്നു, അതുകൊണ്ട് വാതിലും എല്ലാം തുറന്നു. ദേവ് കട്ടിലെ ചമ്പറം പണിഞ്ഞിരിക്കുവാണ്. എന്തൊക്കെയോ പെറുപെറുക്കുന്നുണ്ട്. കണ്ണൻ പതിയെ കട്ടിലിൽ അവളുടെ അടുത്തിരുന്നു. ദേവ് അവനും നോക്കി മുഖം തിരിച്ചു. അപ്പുറത്തെ സൈഡിൽ അപ്പവും വന്നിരുന്നു. അവൾ അവനെ ഒന്ന് നോക്കി മുഖം പെറുപ്പിച്ചു. മുന്നിൽ ദേവനും വന്നിരുന്നു. അവൾ അവനെയും നോക്കി മുഖം കയറ്റി വെച്ചു. ജോയ് ഇതെല്ലാം കണ്ട് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ലച്ചുവും അവളും അങ്ങോട്ടേക്ക് എത്തി. ജോയുടെ കൂടെ അവരും പുറത്തു നിന്നു. ഇടയ്ക്ക് ഇതുപോലുള്ള പിണക്കം ഉണ്ടാവാറുണ്ട്, ലച്ചു ജോയോട് പറഞ്ഞു. പക്ഷേ കണ്ണന്റെ പാട്ടിലെ എല്ലാ പിണക്കവും മാറും, മാളവനോട് പറഞ്ഞു. ജോ എല്ലാം ഒരു പുഞ്ചിരിയോടെ കേട്ട് അവരെ നോക്കി നിന്നു. എടാ ദേവാ, ഞാൻ വാങ്ങിയ ഈ പൂച്ചേനെ എന്ത് ചെയ്യും? കണ്ണൻ ദേവനോട് ചോദിച്ചുകൊണ്ട് ദേവുവിനെ ഇടം കണ്ടിട്ട് നോക്കി. നമ്മുടെ ദേവൂട്ടിക്ക് വാങ്ങിയതല്ലേ ഏട്ടൻ? അപ്പു ചോദിച്ചു. ആ, പക്ഷെ എൻ്റെ ദേവൂട്ടി എന്നോട് പിണങ്ങി, അപ്പം ഞാനിതെങ്ങനെ കൊടുക്കും? ഏട്ടോ നോ രക്ഷ, ഈ മുഖത്തിന് എന്തോ പറ്റിയിട്ടുണ്ട്. കടന്നൽ കുത്തിയോ? കടന്നൽ കുത്തിയത് ഏട്ടനെയാ, ദേവു പല്ല് കടിച്ചു പറഞ്ഞു. ഓ, അപ്പൊ നാക്കിന് കുഴപ്പമില്ലല്ലേ? അപ്പോൾ അവൾ നോക്കി പറഞ്ഞു. അവളവനെ നോക്കി പൂച്ചിച്ചു. കണ്ണൻ പാടാൻ തുടങ്ങി. കണ്ണൻ ആദ്യത്തെ വരി മൂളിയതും ദേവുവിന്റെ കണ്ണുകൾ വിടർന്നു, ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. അവളത് കാണിക്കാതെ മറച്ചു വെച്ചു. പക്ഷെ അവളുടെ മുഖത്തെ ഭാവം 3 പേരും കണ്ടിരുന്നു. കണ്ണൻ അടുത്ത വരി പാടി അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ കൊടുത്തു. അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു.
അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നു. പാട്ട് പൂർണ്ണമായി തീർന്നും അവളുടെ പരിഭവം തീർന്നു. അവൾ ചിരിച്ചുകൊണ്ട് 3 പേരുടെയും കയ്യിൽ ചേർന്ന് നിന്നു. തെച്ചു കൊണ്ടുവന്ന ഫുഡ് അവൾക്ക് കണ്ണും വാരി കൊടുത്തു. പനിയുടെ മെഡിസിനും കൊടുത്ത് 3 ഏട്ടന്മാരുടെയും തലോടിൽ അവൾ നിദ്രയെ പുലുകി. ഏട്ടന്മാരുടെ സ്നേഹമുദ്രണം അവളുടെ നെറ്റിയിൽ പതിഞ്ഞു. അവർ 3 പേരും അവളെ പുതപ്പിച്ച് പുറത്തേക്ക് പോന്ന് വാതിലടിച്ചു. മുതിർന്ന സഹോദരങ്ങൾക്ക് എപ്പോഴും പെങ്ങന്മാര് അവരുടെ ആദ്യത്തെ മക്കളായിരിക്കും. അവരുടെ സ്നേഹവും വാത്സല്യവും ആദ്യം ലഭിക്കുന്നത് അവർക്കായിരിക്കും. എല്ലാം കണ്ട് ജോ പുറത്തു നിന്നിരുന്നു. അവന്റെ കണ്ണിൽ ആ സഹോദരന്മാരോട് ബഹുമാനം തോന്നി. അവരുടെ കുഞ്ഞനിയത്തിയെ ഒരു തരത്തിലും വിഷമിപ്പിക്കാതെ ചേർത്ത് പിടിക്കുന്നതിൽ. അത് കഴിഞ്ഞ് അവരെല്ലാവരും താഴേക്ക് പോന്നു. അതിനു മുമ്പ് ജോ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ദേവുവിന്റെ മുറിയിൽ കയറി. അവിടെ ഒരു നോട്ട് പാഡിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് എന്തോ എഴുതി ഒരു കുഞ്ഞു ബോക്സ് അതിന് മുകളിൽ വെച്ച് അവൻ ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോയി. എല്ലാവരും താഴേക്ക് വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് മഹി അങ്ങോട്ട് വന്നത്. ആ അച്ഛനെത്തിയല്ലോ, അപ്പു പറഞ്ഞു. ഡാ കണ്ണാ, ദേവും ജോയി എത്തിയില്ലേ? ആച്ച എത്തി, കുറച്ച് നേരമായി അവരെത്തിയിട്ട്. ദേവുവിന് പനിയൊന്നുമില്ലല്ലോ? മഹി ചോദിച്ചു. ഇല്ലച്ച, ചെറിയൊരു ചൂട്, ഗുളിക കഴിച്ചിപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അച്ഛനത് എവിടെ പോയതാ? കണ്ണൻ ചോദിച്ചു. ഒന്നും പറയണ്ട, ഞങ്ങളൊരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. പക്ഷേ അത് നടന്നില്ല. അപ്പൊ പിന്നെ അത് അവിടെ നിർത്തി നേരെ ഇങ്ങോട്ട് പോന്നു. അല്ലെങ്കിൽ എന്നിട്ട് അപ്പച്ചൻ എന്തേ? ജോ അങ്ങോട്ട് വന്ന് ചോദിച്ചു. അവൻ കിച്ചുമോനോട് വരാൻ പറഞ്ഞു. എന്തായാലും ഞാൻ ഫ്രഷായി വരാം, നിങ്ങൾ ഫുഡ് കഴിച്ചോ, ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. അതും പറഞ്ഞ് മഹി റൂമിലേക്ക് പോയി. എല്ലാവരും ഫുഡ് കഴിച്ച് എഴുന്നേറ്റു. ലച്ചുവും ആളും കൂടെ എല്ലാം എടുത്തു വെച്ചു. ജോ പോകാൻ നിന്നതും ദേവ് അവനെ പിടിച്ചു നിർത്തി. എടാ ജോ, നീ വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് പറഞ്ഞ് ജോയിനെയും കൂട്ടി ദേവ് മുറ്റത്തേക്ക് ഇറങ്ങി. ജോ, ദേ ഈ ന്യൂസ് നോക്കിയേ നീ. ദേവ് അവന്റെ മുന്നിലേക്ക് ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ജോ അത് നോക്കി. വേദലക്ഷ്മി എന്ന പെൺകുട്ടി മൃഗീയമായ പീഡനത്തിൽ മരിച്ചു. എടാ, ഇത് കുറച്ച് മുന്നേയുള്ള ന്യൂസ് കട്ടിങ് അല്ലേ? ആ അതെ, പക്ഷേ അന്ന് ഈ കുട്ടിയെ പീഡിപ്പിച്ചത് മരിച്ച കിരണും സച്ചിനുമാണെന്ന് ഒരു കേസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. പക്ഷെ കോടതിയിലെത്തിയ കേസ് നേരെ തിരിഞ്ഞ് ആ പെൺകുട്ടി സ്വമേധയെ അവർക്ക് ശരീരം പങ്കുവച്ചതാണെന്ന് മാറി. കോടതിയിൽ വെച്ച് ആ പെൺകുട്ടി അത് ക്രൂരമായി വീണ്ടും പിച്ചിച്ചീന്തി. ആരായിരുന്നു? നിനക്കറിയാം, അഡ്വക്കേറ്റ് സ്വാമിനാഥ്. ആ, ഇപ്പൊ ഈ ന്യൂസും നീ അന്വേഷിക്കുന്ന കേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നാണോ നീ പറയുന്നേ? അതേടാ, ഉണ്ട്. ഇന്ന് വൈകിട്ട് ഒരു കോള് വന്നിരുന്നു. ആ നമ്പറിൽ നിന്നും എനിക്ക് അയച്ചു തന്ന ന്യൂസ് കട്ടിംഗ് ആണിത്. എന്നിട്ട് നീ ആ കോള് റെക്കോർഡ് ചെയ്തില്ലേ? ആ ചെയ്തു, കേട്ടു നോക്ക്. ഹലോ മിസ്റ്റർ ACP സത്യദേവ്, കൊലപാതകം കഴിഞ്ഞ ആഴ്ചകൾ കഴിഞ്ഞു, എന്നിട്ടൊരു തുമ്പ് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ മോശം തന്നെയാ. താനാരാ? ഞാൻ ആരാണെന്ന് സാറിന് അറിയാൻ വഴിയില്ല, പക്ഷെ സാറിന് എനിക്ക് നന്നായിട്ട് അറിയാം. നീതിയും ന്യായവും നോക്കി പ്രവർത്തിക്കുന്ന സത്യസന്ധരായ പോലീസുകാരിൽ ഒരാൾ. ഇനിയും മരണങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് ഒരു മുന്നറിയിപ്പ് നൽകുവാണ് ഞാൻ. പോലീസുകാരനെ വിളിച്ച് വെല്ലുവിളി നടത്തുവാണ് നീ? വെല്ലുവിളി ഒന്നുമല്ല സർ, ഇതുവരെ നടന്ന മരണങ്ങളും ഇനി നടക്കാൻ പോകുന്നതും ഞാൻ കുറിച്ചു വെച്ചതാ. അത് നടപ്പാക്കുക തന്നെ ചെയ്യും. ഇനിയും മരണങ്ങൾ നടക്കുമെന്ന സൂചന മാത്രമാണ് ഞാൻ നൽകുന്നത്. അത് പറഞ്ഞ് കോള് കട്ടായി. ഡാ ദേവ, എന്നിട്ട് നീ നമ്പർ ട്രേസ് ചെയ്തില്ലേ? ചെയ്തു, പക്ഷെ കിട്ടുന്നില്ല. ലൊക്കേഷൻ കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. അപ്പൊ ഇനിയും ആരുടേക്കോ ചീട്ട് കീറാൻ ഇരിക്കുന്നു എന്ന്. അത് തന്നെ, പക്ഷെ എന്താ ഏതാ എന്നൊരു തുമ്പ് കിട്ടുന്നില്ല. ഈ ഒരു പെൺകുട്ടിയുടെ മരണത്തിന് പിന്നിൽ അപ്പോൾ ഒരുപാട് പേരുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നീ ഒരു കാര്യം ചെയ്യും, ഈ കേസിനെ പറ്റി ഒന്ന് എന്തായാലും അന്വേഷിച്ച് നോക്ക്. ബാക്കി പിന്നീട് ആലോചിച്ച് നോക്കാം. ഏതായാലും ഒരാഴ്ച കഴിഞ്ഞ കല്യാണമാണ്. അപ്പൊ പിന്നെ ഇതൊന്നും ആലോചിച്ചിട്ട് ഉള്ള സന്തോഷം കളയണ്ട, ജോ ദേവനോട് പറഞ്ഞു. ആ ശരിയാ, നാളെ ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന് ഏടത്തിമാര് പറഞ്ഞിരുന്നു. ഇനി എന്തായാലും കല്യാണത്തിന് തിരക്ക് കഴിഞ്ഞിട്ട് മതി കേസിന്റെ പിറകെ പോക്കുന്ന ഏടത്തി പറയുന്നത്. ആടാ, അത് മതി. പിന്നെ ഇവന്മാരൊക്കെ മരിച്ചാൽ തന്നെ കുറേയൊക്കെ സമാധാനം കിട്ടും പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക്.